മാൻഡ്രേക്കാണ് എല്ലാത്തിനും കാരണം. ഈ മാൻഡ്രേക്ക് നിൽക്കുന്നിടം നശിക്കുമെന്ന് ജഗതി ശ്രീകുമാർ വരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ ജഗതി ശ്രീകുമാർ പറയുന്നെങ്കിലും കേൾക്ക്. ഈ മാൻഡ്രേക്ക് നിൽക്കുന്നിടം നശിക്കും. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി ഇതെല്ലാം വരും. എത്രയും വേഗം മാൻഡ്രേക്കിനെ നാട് കടത്തണം. ഇവനെ വല്ല സഹാറ മരുഭൂമി കൊണ്ട് വിട്, അവിടെ മഴ പെയ്യട്ടെ. ഇവൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേരളം വെള്ളം കുടിക്കും. ഇവനെ സഹാറ മരുഭൂമിയിലേക്ക് നാട് കടത്തുക. നാട് കടത്തിയാൽ തീർച്ചയായിട്ടും അവിടെ പച്ച പിടിക്കും. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജനം വെള്ളം കുടിക്കും, മലയാളികൾ വെള്ളം കുടിക്കും. ഇനിയിപ്പോൾ മഴ മാത്രമല്ല വരുന്നത്, വെള്ളപ്പൊക്കം മാത്രമല്ല. ഇത് കണ്ട് പഠിച്ചില്ലെങ്കിൽ അടുത്ത വരുന്ന സുനാമി ആയിരിക്കും. ഉരുൾപൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. അത് അധികരിക്കാതിരിക്കാൻ നമുക്ക് എത്രയും വേഗം നമ്മുടെ മാൻഡ്രേക്കിനെ സഹാറ മരുഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് നാട് കടത്തണം. പിന്നെ ഞാൻ ചാരുമൂട് ശശി, എനിക്ക് 3-4 ബെൻസ് കാറൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ വിൽക്കാൻ പോയാ പൈസയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അത് ഇനി ഓടിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ കൂടെ. നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ ഞാനൊരു വള്ളം മേടിക്കാൻ പോയാണ്, ഒരു വഞ്ചി, ഒരു തോണി വാങ്ങാൻ പോയാണ്. കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതൊക്കെ ഒക്കൂ. ഞാൻ പറയുന്നു പോട്ടെ, ഞാൻ പറയുന്നത് കേൾക്കണ്ട, ജഗതി ശ്രീകുമാർ പറയുന്നത് കേൾക്കൂ. മാൻഡ്രേക്കിനെ നാട് കടത്തൂ, കേരളത്തെ രക്ഷിക്കും.